Hello everyone, welcome to my weekend vlog. ഇന്ന് 26th May ആണ്. 30th ഉള്ളിൽ 4 outfits ഉണ്ടാക്കാനുണ്ട്. I'm super excited to make them. So I thought I'll document it. നിങ്ങൾ ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആണ്, സമയമുണ്ടെങ്കിൽ please do continue watching. ഇത് ഞാനൊരു മന്ത്ലി പ്ലാനർ പോലെ വാങ്ങിയതാണ്. ഓരോ ദിവസം എന്ത് ചെയ്യും എന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് തീർക്കാനാണ് പ്ലാൻ. ഇന്ന് ഏർലി മോർണിംഗ് തുടങ്ങണമെന്നായിരുന്നു, ബട്ട് പല പല റീസൺസ് കൊണ്ട് ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് എൻക്വയറീസ് വരാറുണ്ട്. ചില ദിവസം കുറെ ഉണ്ടാവും, ചില ദിവസം ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു. അങ്ങനെ കുറെ നേരം പോയി. പിന്നെ വീണ്ടും ആൽവിനെ വീട്ടിലൊക്കെ വിളിച്ചു. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചു. തമ്മിൽ ഒരു പരിചയമില്ല. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു ആൻഡ് ഐ ഫെൽറ്റ് സോ ഹാപ്പി. ഷീ ലിറ്ററലി മെയ്ഡ് മൈ ഡേ ആൻഡ് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് നൗ. ഫസ്റ്റ് ഞാൻ പ്ലാനർ ചെയ്യും. പിന്നെ എനിക്ക് 2 പാൻസ് ഓൾട്ടർ ചെയ്യാനുണ്ട്, അത് ഞാൻ ചെയ്യും. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. രണ്ടും ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞു. രണ്ടിൻ്റെ ഇറക്കം കുറയ്ക്കാനായിരുന്നു ഫസ്റ്റ് പാൻറ് കുറച്ച്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഇതൊരു ബനിയൻ ക്ലോത്ത് പോലത്തെ പാൻറ് ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് മടക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സിഗ്സാഗ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സമയം 1:30 ആയിട്ടുണ്ട്. ഇനി ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. കാന്താരി മാംഗോ ചട്നി. അച്ചാറുകൾ ഇങ്ങനെ മാറി മാറി വാങ്ങും. അതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണിത്, ഈ കാന്താരി മാംഗോ ചട്നി. ഇതൊരു തവണ ആൽവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയപ്പോൾ ടേസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് വേണം എനിക്ക്. ഓരോന്നും നോക്കിയിരുന്ന് ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട്. ഞാൻ തുടങ്ങാൻ പോകുന്ന ഒരു ഡ്രസ്സ് വെച്ചിട്ടാണ്. ഇതാണ് ഫാബ്രിക്. ഇതിങ്ങനെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഓർഗൻസൈൻ്റെ ഒരു ഫാമിലിയിലുള്ള ഒരു ക്ലോത്താണിത്. ശ്രദ്ധിച്ച് നോക്കിക്കാണാൻ ഒരു ഷൈൻ ഉണ്ട്. കണ്ടത് എപ്പോഴും കണ്ടിട്ട് ലൈറ്റിന്റെ അടിയിൽ നിൽക്കുമ്പോൾ ഇത് ഷൈൻ ഇച്ചിരിയും കൂടി ക്ലിയർ ആയിട്ട് കാണാം. ഇതിന്റെ ലൈനിങ് ഇങ്ങനെയാണ്, സെയിം കളറിൽ. പക്ഷെ ഇച്ചിരി ഒരു അത്യാവശ്യം ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു ലൈനിങ് ആണിത്. അതുകൊണ്ട് തയ്ക്കുന്ന സമയത്ത് അത്ര ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവത്തില്ല. മെറ്റീരിയൽ അവരെടുത്ത് തന്നു, നമുക്കിത് ചെയ്യാം. കഴിഞ്ഞ ദിവസം അവരെടുത്ത് പോയപ്പോൾ ആണ് മെഷർമെന്റ് എടുത്തത്. അപ്പം ഞാനിങ്ങനെ ഒരു പേപ്പറിലെല്ലാം എഴുതി വെച്ചു. ആദ്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റഫായിട്ടൊരു പടം വരച്ച് മെഷർമെന്റ്സ് എല്ലാം നോട്ട് ചെയ്തിട്ടാണ് ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഇത് ഞാനിനി ആദ്യം ബുക്കിലൊന്ന് നോട്ട് ചെയ്യാം. ടോപ്പ് പോർഷൻ കട്ട് ചെയ്തു. ഒരു പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് കപ്പും ഇതിൽ വെക്കുന്നുണ്ട്. ഡ്രസ്സിൽ ആദ്യമായിട്ടാണ് കപ്പ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 2 ലെയർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്ന് ഞാൻ കുറച്ച് നേരം തയ്ക്കാൻ പോവാണ്. ഓൾമോസ്റ്റ് 1 hour ആയി. പക്ഷെ ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഇതിൻ്റെ ടോപ്പ് പോർഷൻ്റെ ലൈനിങ്ങിൽ മാത്രം ഇരിക്കുകയാണ്. ഇതായിരുന്നല്ലോ ഇതിൻ്റെ ലൈനിങ്. തുണി ഭയങ്കര ഇങ്ങനെ നൂലൂരി വരുന്ന പോലെ തയ്ക്കുന്തോറും വലുതായി പോകുന്ന പോലെ തോന്നുന്നു. സ്റ്റിഫ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇത് സ്റ്റിഫല്ല. ഇതൊരു മാതിരി വലിഞ്ഞ് തൂങ്ങിപ്പോകുന്ന പോലത്തെ ഒരു ലൈനിങ്. സോ ഞാൻ കോട്ടണിൽ സെയിം സാധനം ട്രൈ ചെയ്തു ആൻഡ് ഇറ്റ് വർക്ക്സ്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ടോപ്പ് പാർട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കപ്പ് വെച്ച് ലൈനിങ്ങിൽ ആഡ് ചെയ്യാം. ദിസ് ഇസ് ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഓ ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇത് അറ്റാച്ച് ചെയ്തെടുക്കണം. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 1:30 ആയിട്ടുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാണ്. പറ്റാവുന്ന അത്ര ഇത് തീർക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നതാണ്. ഇവിടെ വരെ ഞാൻ ചെയ്തതെന്ന് കാണിച്ചു തരാം.
ഗുഡ് മോർണിംഗ്. ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് ഇന്നും കുറച്ച് ലേറ്റാണ് എഴുന്നേക്കാൻ. കുറച്ചേരം ഫോണൊക്കെ നോക്കിയിരുന്ന് പിന്നെ ഇന്നലത്തെ വീഡിയോ മൊത്തം ഞാൻ നോക്കുമായിരുന്നു. അത് ഇന്ന് എടുക്കണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് നോക്കി. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്തെടുത്തത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ രാത്രിയിൽ ഞാൻ ദോശമാവ് അവനിൽ വയ്ക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതെന്താണ് എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാൻ ഞാനും എക്സൈറ്റഡ് ആണ്. നോക്കാം. This really worked. ആദ്യമായിട്ടാണ് ദോശമാവ് ഞാൻ ഉണ്ടാക്കിയിട്ട് പുളിച്ച് പൊങ്ങുന്നത്. കുറെ നാളായിട്ട് ഈസ്റ്റ് ഇടുന്നുണ്ട്. നാട്ടിലായിരുന്ന ടൈമിൽ PG ഞാൻ ദോശ ബാറ്റർ വാങ്ങുമല്ലോ, അതും നോക്കുമ്പോഴും അതും പുളിച്ച് പൊന്തിയിട്ടില്ല. ഇവിടെയും ഈസ്റ്റ് ഇട്ടിട്ട് പോലും പൊങ്ങാറില്ലായിരുന്നു. അവനിൽ വെച്ച വർക്ക് ചെയ്യുമെന്ന് കേട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അപ്പോഴും ചെയ്തില്ല. ആൻഡ് ലാസ്റ്റ് ഡേ വേറെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവനിൽ വെച്ചിട്ട് ലൈറ്റ് ഓൺ ആക്കി വെക്കണമെന്ന്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ആൻഡ് ഇറ്റ് റിയലി വർക്ക്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ. ഇന്നലെ ചെയ്ത് നിർത്തിയത് ഇവിടെയാണ് ബോട്ടം. ഇത് ഫ്രണ്ടിൽ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ള, ബാക്ക് പോർഷൻ ഞാൻ തീർത്തിട്ടില്ല. സോ ഇത് ചെയ്തു. പിന്നെ ലൈനിങ് ഉണ്ടെങ്കിലും കണ്ടോ നല്ലോണം നിഴലടിക്കും, അതുകൊണ്ട് ഈ ലെയേഴ്സ് വെച്ചിട്ടുണ്ട് മെയിനും. പിന്നെ ഇതിന്റെ ലൈനിങ് കോട്ടൺ ലൈനിങ് കൂടി. ബാക്കില് സിബ് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചു, താഴെ ഭാഗത്തും അറ്റാച്ച് ചെയ്ത് സിബും മര്യാദയ്ക്കൊന്ന് തയ്ക്കണം. ഇതിൻ്റെ ഉള്ളൊക്കെ മടക്കി തയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇറക്കം ശരിയാണ്. കുറച്ചേരം ഇരുന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഈ ഡ്രസ്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കില് സിബുണ്ട്. ഇത് കഴിഞ്ഞു. ഇനി ഇതിന്റെ താഴെ ഏറ്റവും താഴെ ഭാഗം ഇറക്കം കറക്റ്റ് ആക്കി ഒന്ന് മടക്കി അടിക്കണം. ഇതിൽ ഇനി വർക്ക് ചെയ്യണം. അപ്പൊ അത്രയും പണിയുണ്ട്. പക്ഷെ ഇന്ന് ഇതിന് ഞാൻ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. ഇത്രയായതിൽ സന്തോഷം. സോ ഇനി നാളെ ഇതില് വർക്ക് ചെയ്യാം. അപ്പൊ ഇപ്പം അടുത്ത ഡ്രസ്സ്. അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ ഫാബ്രിക്കിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലോത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ആക്ച്വലി ആഫ്രിക്കൻ ഫാബ്രിക്. കോട്ടൺ ആണെങ്കിലും നല്ല തിക്കാണ്. ഒരു തൊടുമ്പോഴും ഒരു ഡിഫറെന്റ് ഫീൽ ആണിത്. ഒട്ടും നിഴലടിക്കാത്ത ഒരു മെറ്റീരിയൽ ആണ്. അത് തിക്നെസ് കൂടുതലില്ല. തൊടുന്ന സമയത്ത് സ്മൂത്ത് ആണ്, തിക്കായിട്ടുള്ള. ഈ നമ്മൾ ഈ പശ മുക്കി കഴിയുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ട് ഇതിന്. ഇതിലും ഒരു ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ബോഡി പാർട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും ഒന്ന് തീർക്കാൻ പറ്റും. ഐ എം കോൺഫിഡൻറ്റ്. ആദ്യത്തെ വെച്ച് നോക്കുമ്പം ഇത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. ആ സെക്കൻഡ് ട്രിപ്പ് ഓൾമോസ്റ്റ് ചെയ്ത് തരാനായി. സോ ഐ തോട്ട് ഐ ഗോ ഫോർ എ വാക്ക്. നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ഡേ ആക്കാൻ ചില. Sun's up high in the blue sky, warm sand beneath my bare feet, waves crashing calling my name. ഈ വെയിൽ കണ്ട ഒരു 4 മണി 5 മണിയൊക്കെ തോന്നുമെങ്കിലും ശരിക്കും ഈവനിങ് 7 മണി കഴിഞ്ഞ സമയം. എനിക്ക് ഇന്നലെയും വാക്കിന് വരണമെന്നുണ്ടായിരുന്നു. എൻ്റെ പണി തീരാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങാത്തയാണ്. പ്രിപ്പറേഷൻ ആണ്. ചീസ്, സ്റ്റേക്ക് ആൻഡ് മുട്ട ഓൾസോ. എവിടെയോ മുട്ടയും കൂടി ഉണ്ട് ഇതിനകത്ത്. ഈ ചീസിന്റെ അടിയിൽ മുട്ടയുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് day 3
26 തുടങ്ങിയ 28 മെയ് രാവിലെ 10 മണി ആകാറായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി റെഡിയായി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഡേ. ഫസ്റ്റ് ഡേൻ്റെ വീഡിയോ ഞാൻ ചെയ്തെന്നുള്ളൂ. അതുപോലെ ഇനി ഇന്നലെ എടുത്ത വീഡിയോസും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്, എഡിറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അല്ലെങ്കിൽ അവസാനമാകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മടിയാവും എല്ലാം കൂടി ചെയ്യാൻ. ഇന്നലെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു ഇന്ന് ഞാൻ ഒരു മടി പിടിച്ച ദിവസത്തിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് ചെറിയ രീതിയിൽ മഴയും തണുപ്പൊക്കെ ഉള്ളൊരു ദിവസമാണ്. വീഡിയോ എഡിറ്റിംഗ് തുടങ്ങി, പിന്നെ ഫോൺ വിളിയൊക്കെ ആയി, മെസ്സേജസ് നോക്കിയിരുന്ന് ഫൈനലി ഇപ്പം സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പണി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ഉഴപ്പാനുള്ള റീസൺ എനിക്കറിയാം, ഞാൻ തീർക്കും. ഞാൻ ഇന്ന് ഒരു സ്റ്റോറി ഇട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഡ്രസ്സാണ് സ്പ്ലാഷ് ഓഫ് പിങ്കിൻ്റെ ആ സ്കേർട്ടും ടോപ്പും. ആദ്യം ചോദിച്ചവർക്ക് എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റി, പിന്നെ ആ മെറ്റീരിയൽ തീർന്നുപോയി. ഞാനത് വീണ്ടും പറയാൻ കാരണം ഇപ്പോഴും ആളുകൾ ചോദിക്കലുണ്ട് അതിൻ്റെ. ഇന്ന് ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു കുട്ടി, നമ്മള് സ്പ്ലാഷ് ഓഫ് പിങ്ക് ഇട്ടിട്ടുള്ളതിൽ ഏറ്റവും യങ്ങസ്റ്റ് കസ്റ്റമർ ആണത്. കുറെ പേര് ചോദിക്കലുണ്ട് എവിടുന്ന തുണി എടുക്കുന്നതെന്നൊക്കെ. ഇഷ്ടപ്പെടുന്ന തുണി നമ്മൾ വാങ്ങുന്നതല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഷോപ്പ് നമ്മൾ ഇതുവരെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ചെയ്ത ആ വൈറ്റ് ഡ്രസ്സിൽ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്യാൻ. അത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇന്നലത്തെ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഡ്രസ്സ് ഓൾമോസ്റ്റ് കഴിയാറായി. ജസ്റ്റ് ഇപ്പം ഈ തയ്ക്കുന്ന സ്ലീവ്സിൻ്റെ ഇവിടം കൂടി തയ്ച്ച് കഴിഞ്ഞാൽ കഴിയും. ഇപ്പം സമയം 4:30 ഇപ്പോഴാണ് ഞാൻ തീർക്കുന്നത്. ഇന്ന് ഇതല്ലായിരുന്നു, ഇന്ന് മറ്റേതിൽ വർക്കാണ് എനിക്ക് ചെയ്യേണ്ടത്. ഇപ്പം തീർന്നു, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മിഷൻ ഇംപോസിബിൾ ഡെഡ് റെക്കണിങ് കൂടി കാണുന്നുണ്ട്. കാരണം ഇന്ന് രാത്രി ഞാനും ആൽബിയും സിനിമയ്ക്ക് പോവാണ്. മിഷൻ ഇംപോസിബിളിൻ്റെ അവസാനത്തെ മൂവി കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ ഇനീഷ്യൽ 2-3 കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഈ 8 എത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഈ മൂവി വാച്ച് ചെയ്യാണ്. ഞാൻ തയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര അലമ്പാകും. അപ്പം ഈ ഡ്രസ്സ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വീട് ക്ലീൻ ചെയ്യാൻ പോവാണ്. ബിക്കോസ് കുറച്ച് കഴിയുമ്പം ഒരാൾ വരും, ഒരു മെറ്റീരിയൽ തരാൻ വേണ്ടി വരുന്നതാണ് for a blouse. സ്റ്റിച്ച് ചെയ്യാനുള്ള ബ്ലൗസിൻ്റെ തുണി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒരു ഓർഗൻസ മെറ്റീരിയലാണ്, നല്ല വർക്ക്. പിന്നെ സാരി ഒന്ന് സൈഡൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കണം. ഇത് 30th ഉള്ളിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നു, ഞാൻ ഇത് ചെയ്യണോ ആദ്യം അതോ ഹാൻഡ് വർക്ക് ചെയ്യണോ എന്ന്. മറ്റേത് റെഡിയാണ്, ഫുൾ സെറ്റ്. നോക്കട്ടെ. നല്ല മഴയാ. 10:15 മൂവി. ഇപ്പം 9:54. നമ്മൾ എത്താറായി. നമ്മളെത്തി. 10 മണി ആവുന്നേ ഉള്ളൂ. മഴ തൂളുന്നുണ്ട് നന്നായിട്ട്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വരും. ആരും രണ്ട് ഈ ഷോയ്ക്ക് തീരെ ആളില്ലായിരുന്നു. മാക്സിമം ഒരു 10 പേര്, അത്രയും പേരാണ് സിനിമ കാണാൻ. ഫുൾ സ്ഥലത്ത് ആകപ്പാടെ 1, 2, 3, 4 വണ്ടി, 5, 6 വണ്ടികളേ ഉള്ളല്ലേ. കഴിഞ്ഞു. നല്ല സിനിമയായിരുന്നു. കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ശരിക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു മിഷൻ ഇമ്പോസിബിളിൽ. ബൈ വാസ് ഗുഡ്. 1:24 ഇപ്പോൾ ഉറങ്ങാൻ പോവാണ്. ആൻഡ് നാളെ കാണാം. ഹലോ, ഇപ്പം സമയം ഓൾമോസ്റ്റ് 2:30. ഇന്നലെ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് എഴുന്നേക്കാൻ ലേറ്റായി. പിന്നെ കുക്കിംഗ് ആയിരുന്നു, ലഞ്ച് കഴിച്ചു, പിന്നെ ഹെയർ കെയർ ഡേ ആയിരുന്നു. ആൻഡ് ദെൻ ഇപ്പം ഞാൻ തയ്ക്കാൻ പോകണം. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ഹാൻഡ് വർക്ക് ചെയ്യേണ്ട ഡ്രസ്സ് മാത്രമാണ് ഇപ്പൊ പെൻഡിങ്ങിൽ ഇരിക്കുന്നത്. ബ്ലൗസ് ഓൾമോസ്റ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അത് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഹാൻഡ് വർക്ക് ചെയ്യാൻ മടിച്ചിരിക്കാനുള്ള റീസൺ ഭയങ്കര ടൈം കൺസ്യൂമിങ് കാര്യമാണെന്ന് എനിക്കറിയാം. അത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് മാത്രം ചെയ്യാൻ ടൈം ഉണ്ടാവുള്ളൂ. ഇന്നലെ ഈ ചേച്ചി വന്ന് മെഷർമെന്റ്സ് എല്ലാം തന്നിട്ട് പോയി. നല്ല കേറിയ നെക്കും അത്യാവശ്യം ഇറക്കമുള്ള ടോപ്പും ബാക്കിൽ കൊളുത്തിടുന്ന സ്ഥലത്ത് മുത്ത് പോലെ വരണം. ഇത്രയൊക്കെയാണ് ആഗ്രഹമുള്ളത്. സ്ലീവില് ലൈനിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പം ഇത് ഇട്ട് നോക്കാൻ ആള് വരും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് വർക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. അധികം എടുത്ത് നിൽക്കാതെ മെയിൻലി വൈറ്റ്, സിൽവർ അങ്ങനത്തെ വർക്ക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊരു പാറ്റേൺ മനസ്സിലുണ്ട്. ഫസ്റ്റ് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. അധികം എടുത്ത് നിൽക്കാണ്ട് ഇതിൽ തന്നെ വരുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഓൾമോസ്റ്റ് അവിടെ എവിടെയൊക്കെ ആക്കി ചെയ്തെടുക്കണം. ഹായ്, ഇന്ന് നമ്മുടെ വീക്കെൻഡ് വ്ലോഗിന്റെ ഫൈനൽ ഡേ ആണ്. ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 2-3 പേരായിട്ട് മൾട്ടിപ്പിൾ ക്ലോത്ത്സിന്റെ ഓർഡർ തന്നിട്ടുണ്ട്. സോ മോർണിംഗ് വാസ് ക്വൈറ്റ് ബിസി. ഒരു ക്വിക്ക് അപ്ഡേറ്റ് ഓൺ എന്തൊക്കെ ചെയ്തു, എവിടം വരെ എത്തിയെന്ന്. ബ്ലൗസിന്റെ ഫ്രണ്ടും ബാക്കും സ്ലീവ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. അതിനെ എല്ലാം അറ്റാച്ച് ചെയ്ത് ബാക്കെല്ലാം കൊളുത്തും മടക്കിയടിക്കാനുള്ളതൊക്കെ റെഡിയാക്കണം. ഡ്രസ്സിന്റെ കേസ് ആണെങ്കിൽ ഞാൻ വർക്ക് ഇത്രയും ചെയ്തു. ഇതുപോലെ ഇനിയും കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. പിന്നെ ഇതിന്റെ അടിഭാഗം മടക്കിയടിക്കണം. ഇനി ഇത് തീർത്ത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഡ്രസ്സും കൂടി ഇന്ന് ചെയ്യുന്നു. നിങ്ങൾ വീഡിയോ കണ്ട് ഇവിടം വരെ എത്തിയെങ്കിൽ താങ്ക് യു. പറ്റാവുന്ന അത്രയും ചുരുക്കിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രോഗ്രസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഭയങ്കര ഒരു മടിച്ചയാണ്, പണി ചെയ്യുന്നില്ല. അങ്ങനെയല്ല, ഞാൻ വേറെ പരിപാടികളും ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ. കൂടുതൽ ഞാൻ ഈ ക്ലോത്ത് റിലേറ്റഡ് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഡ്രസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് I'm also planning to make a tiara. ചെയ്ത് വരുമ്പോൾ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ടൈം ഐ ഡിഡ് ദിസ് വാസ് ഫോർ മൈ വെഡിങ്. പക്ഷെ അത് ടിയാര, പ്രോപ്പർ ടിയാര ആയിട്ടല്ല, ബാക്കിൽ ബാക്ക് സൈഡ് മാത്രം വരുന്ന പോലെ. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഐ മേക്ക് വൺ ദിസ് ടൈം. ഈ പൂക്കളുടെ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. ഡിസൈൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ചെയ്ത് വരുമ്പോഴായിരിക്കും അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ആക്ച്വലി ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് വരുന്ന ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഫ്ലവേഴ്സ് ആഡ് ചെയ്യുവാണ്. അതിനൊരു വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ ഇടാനായതുകൊണ്ട് ഐ തിങ്ക് ദിസ് വിൽ ആക്ച്വലി വർക്ക്. ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യാൻ ഇഷ്ടം. ടൈം കൂടി വേണമെന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ടെൻസ്ഡായിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇതെനിക്ക് ഇന്ന് കൊടുക്കാനുള്ളതാണ്. ആ ബ്ലൂ ഡ്രസ്സും ആ ബ്ലൗസും നാളെ കൊടുക്കണം. ബ്ലൗസിന് ഫൈനൽ കുറച്ച് ടച്ചപ്സ് കൂടി ബാക്കിയുണ്ട്. അങ്ങനെ ഞാൻ ഫൈനൽ ഔട്ട്ഫിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് എനിക്ക് വേണ്ടി തന്നെയുള്ള ഒരു ഡ്രസ്സാണ്. ഈ ഒരു രാത്രി മാത്രമേ ഇത് ചെയ്യാനുള്ള സമയമുള്ളൂ. അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. 11:30 ആകാറായി. ഞാൻ ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തു. ഭയങ്കര സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. മെറ്റീരിയൽ കണ്ടപ്പം കുറച്ചും കൂടി രസമുണ്ടായിരുന്നു. ഇത് ശരിക്കും നോക്കി കാണാൻ ഭയങ്കര തിന്നാണ്, ഭയങ്കര തിൻ പോലെ. പക്ഷെ പ്രിന്റ് എനിക്കിഷ്ടമായി. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. സമയം 1:15 ആൻഡ് ദ ഡ്രസ് ഇസ് റെഡി. ബാക്കിൽ സിബും ഒരു ടക്കും ഇട്ടു. ഇത് നാളെ ഇടാനുള്ള ഡ്രസ്സാണ്. സോ എൻ്റെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയി. ചെയ്ത് തീർക്കാനുള്ള എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. യെസ്, സമയം ഇത്രയും ലേറ്റ് ആയെങ്കിലും തീർക്കാൻ പറ്റിയതിൽ സന്തോഷം. നാളെ ഞാൻ ഫുൾ
റെഡി ആയിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിലും എനിക്കിൻ്റെ പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടം. സോ ഐ ലൈക്ക് ഇറ്റ്. നന്നായി ഉറക്കം വരുന്നുണ്ട്, ഇനി ഉറങ്ങണം. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ വ്ലോഗ്. നിങ്ങൾ ആരെങ്കിലും ഫുൾ കണ്ടെങ്കിൽ താങ്ക് യു. ഞാൻ ഇത്രയും ദിവസം എടുക്കുമെന്ന് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. ബട്ട് ഐ എം ഗ്ലാഡ് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എടുത്തതിൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.